ആറ്റിങ്ങലിൽ അഭിഭാഷകന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ യൂത്ത് കോൺഗ്രസ് നേതാവും യുവമോർച്ച പ്രവർത്തകനും ഒളിവിലെന്ന് സൂചന. മരിച്ച അനിലിന്റെ മൊബൈൽ ഫോൺ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. അതേസമയം പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെയാണ് വാമനപുരം സ്വദേശിയും അഭിഭാഷകനുമായ വി.എസ്. അനിൽ തന്റെ മരണത്തിന് കാരണക്കാരായവരെക്കുറിച്ച് ശബ്ദ സന്ദേശം പങ്കുവച്ച ശേഷം വീടിന് സമീപത്തെ ഏറുമാടത്തിൽ തൂങ്ങി മരിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ. രോഹിത്, യുവമോർച്ച പ്രവർത്തകൻ അഡ്വക്കേറ്റ് വിഷ്ണു എന്നിവർ മാനസികമായി പീഡിപ്പിച്ചതും അപമാനിച്ചതുമാണ് മരിക്കാൻ കാരണമെന്ന് അനിൽ സുഹൃത്തുക്കൾക്കയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇവർ പലതരത്തിൽ പണം തട്ടിയെടുത്തെന്ന സൂചനയും സന്ദേശത്തിലുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അനിലിന്റെ ഫോൺ പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്തു. ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങളടക്കം വിശദമായി അന്വേഷിക്കുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. രോഹിത്തും വിഷ്ണുവും ഒളിവിൽ പോയെന്നാണ് സൂചന. അതേസമയം പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ആവശ്യപ്പെട്ടു. വിഷയം ഗൗരവത്തിലെടുക്കാത്ത മാധ്യമങ്ങളെയും വി.കെ. സനോജ് വിമർശിച്ചു. ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അത് വലതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളാണെങ്കിൽ അത് തമസ്കരിക്കുകയാണ്. ഇനി അഥവാ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിക്ക് പകരം ഡിവൈഎഫ്ഐയിൽ മെമ്പർഷിപ്പുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പുറത്തെങ്കിൽ, ആ വോയിസ് മെസ്സേജിൽ പരാമർശമുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി മറുപടി പറയേണ്ട വിഷയമായിട്ട് നിങ്ങൾ ആഘോഷിക്കൂലേ? വാർത്ത നിക്ഷിപ്ത താല്പര്യങ്ങൾ അത് സംരക്ഷിക്കാൻ വിധിക്കപ്പെട്ടവരായിട്ട് കുറേ മാധ്യമപ്രവർത്തകർ മാറി എന്നത് ദൗർഭാഗ്യകരമായ കാര്യം തന്നെയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.